നമ്മുടെ ഈ ഭൂമിയിൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്നാണ് വന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ജീവിയുണ്ട്. കാണാൻ കുതിരയെപ്പോലെ തല, ഓന്തിനെ പോലെ കറങ്ങുന്ന കണ്ണുകൾ, കുരങ്ങിനെ പോലെ ചുറ്റിപ്പിടിക്കുവാൻ കഴിയുന്ന വാല്, കൂടാതെ കങ്കാരുവിനെ പോലെ കുഞ്ഞുങ്ങളെ ചുവക്കുന്ന ഒരു സഞ്ചി. പ്രകൃതിയുടെ വിചിത്രമായ ഈ കൂട്ടിച്ചേർക്കലുകളെ നമ്മൾ വിളിക്കുന്നത് കടൽ കുതിരകൾ എന്നാണ്. ജീവശാസ്ത്രപരമായി നോക്കിയാൽ ഭൂമിയിലെ മറ്റെല്ലാ ജീവികളിൽ നിന്നും ഇവ തികച്ചും വ്യത്യസ്തരാണ്. സത്യത്തിൽ ഇവ മത്സ്യങ്ങളാണെങ്കിലും ഇവയുടെ നീന്തൽ രീതി അതിശയിപ്പിക്കുന്നതാണ്. സമുദ്രത്തിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും തിരശീലമായി നീന്തുമ്പോൾ കടൽ കുതിരകൾ വെള്ളത്തിൽ കുത്തനെ നിന്നുകൊണ്ടാണ് മനോഹരമായി ചലിക്കുന്നത്. ലോകത്തിൽ മറ്റൊരു നട്ടെല്ലുള്ള ജീവികൾക്കും അവകാശപ്പെടാനാകാത്ത ഒരു പ്രത്യേകത കടൽ കുതിരകൾക്കുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് പെണ്ണുങ്ങളല്ല, ആൺ കടൽ കുതിരകളാണ്. പെൺകടൽ കുതിരകൾ നൽകുന്ന മുട്ടകൾ സ്വന്തം ശരീരത്തിലെ സഞ്ചിയിൽ നിക്ഷേപിച്ച് അവയെ പരിപാലിച്ച് പ്രസവിക്കുന്ന അച്ഛൻ കടൽ കുതിരകൾ പ്രകൃതിയിലെ തന്നെ വലിയൊരു അത്ഭുതമാണ്. കാണാൻ പാവമാണ് എന്ന് തോന്നുമെങ്കിലും വേട്ടയാടലിൽ ഇവരെ വെല്ലാൻ മറ്റാരുമില്ല. ഇവർ ഇരയെ സെക്കൻഡിൻ്റെ 100 സമയം കൊണ്ട് വലിച്ചെടുക്കും. 13 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഈ ജീവികൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. കൗതുക വസ്തുക്കൾക്കായും മറ്റും മനുഷ്യർ നടത്തുന്ന വേട്ടയാടൽ കാരണം ഇവ വംശനാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കടലിലെ ഈ കൊച്ചു വിസ്മയങ്ങളുടെ ആ നിഗൂഢമായ ലോകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യത്തെ കടൽ കുതിരകൾ ഏറ്റവും കുറഞ്ഞത് 13 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാലിയോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് അവയുടെ ഏറ്റവും പഴക്കമേറിയ ഫോസിലുകൾക്ക് കൃത്യമായി അത്രത്തോളം പഴക്കമുണ്ട്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ രൂപപ്പെട്ട കാലഘട്ടമായിരുന്നു അത്. കൂടാതെ മനുഷ്യവംശത്തിന് ജന്മം നൽകിയ ഹോമോ ആൻഡിസെസൻ വംശം പ്രത്യക്ഷപ്പെടുന്നത് 12 ദശലക്ഷം വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ടായിരുന്നു. പല വർഷങ്ങളായി പാലിയോ ഇത്തിയോളജിസ്റ്റുകൾ കടൽ കുതിരകളുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മുൻപ് അവയുടെ ഉത്ഭവം ഒരു നിഗൂഢമായി കണക്കാക്കപ്പെട്ടിരുന്നു എങ്കിലും സമീപകാലത്ത് ഈ മേഖലയിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 13 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മത്സ്യങ്ങൾ ആധുനികമായവയെ പോലെ കാണപ്പെട്ടിരുന്നു എന്ന് ഫോസിലുകൾ കാണിക്കുന്നു. അതിനർത്ഥം അവ വളരെ മുൻപ് തന്നെ ഉത്ഭവിക്കുകയും പരിണമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ന്യൂക്ലിയർ, മൈറ്റോകോൺട്രിയൽ DNA എന്നിവയിൽ നടത്തിയ നിരവധി ജനിതക പഠനങ്ങൾ 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പൈപ്പ് ഹോഴ്സ് എന്ന ജീവിയിൽ നിന്നാണ് കടൽ കുതിരകൾ പരിണമിച്ചത് എന്ന സിദ്ധാന്തത്തെ തെളിയിക്കുന്നു. തീർച്ചയായും പൈപ്പ് ഹോഴ്സിനെ മാനസികമായി ഒരു ചെസ് കുതിരയുടെ രൂപത്തിലേക്ക് വളച്ചാൽ അതിൻ്റെ വാലിലെ ചിറകുകൾ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഒരു സ്പ്രിങ് പോലെ ചുരുട്ടിയാൽ മുഖത്ത് കൂടുതൽ മുള്ളുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ കടൽ കുതിരയെ ലഭിക്കും. അതിൻ്റെ പരിണാമത്തിനിടയിൽ പൈപ്പ് ഹോഴ്സ് ഇതിനോടകം ചുരുണ്ട വാലും അല്പം വളഞ്ഞ ശരീരവുമുള്ള പൈപ്പ് ഫിഷിൽ നിന്നും വേർപെട്ടതാകാം. അത് പിന്നീട് സാധാരണ കടൽ കുതിരകൾക്ക് ജന്മം നൽകി. ഏറ്റവും ആധുനികമായ രീതികൾ ഉപയോഗിച്ചുള്ള ഗവേഷണങ്ങൾ ഈ സിദ്ധാന്തം പൂർണ്ണമായും തെളിയിക്കുന്നു. അതിനാൽ കടൽ കുതിരകളുടെ സാങ്കല്പികമായ അന്യഗ്രഹ ഉത്ഭവം ശാസ്ത്രം പൂർണ്ണമായും പൊളിച്ചെഴുതിയ മനോഹരമായൊരു മിഥ്യ മാത്രമാണ്. എന്നാൽ ഈ വിചിത്രമായ പ്രത്യുൽപാദന രീതി എവിടെ നിന്ന് വന്നു? എല്ലാറ്റിനും ഉപരി കടൽ കുതിരകളുടെ പൂർവികരായ പൈപ്പ് ഹോഴ്സുകൾ ഏറ്റവും സാധാരണമായ രീതിയിലാണ് പ്രജനനം നടത്തിയിരുന്നത്. എന്നാൽ കടൽ കുതിരകളിൽ ആൺവർഗമാണ് കുഞ്ഞുങ്ങളെ ചുമക്കുന്നത്. അതും വളരെ രസകരമായൊരു കഥയാണ്. കടൽ കുതിരകൾ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല സമുദ്രങ്ങളിലെ ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. തണുത്ത വെള്ളം അവയ്ക്ക് യഥാർത്ഥത്തിൽ ഹാനികരമാണ്. ഏകദേശം 50 സ്പീഷീസുകൾ കടൽ കുതിരകളുണ്ട്. ഓരോന്നിനും സവിശേഷമായ രൂപവും നിറവും സ്വഭാവവുമെല്ലാമാണ്. അവയെ സവിശേഷമാക്കുന്നത് വിവിധ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ അവയിൽ സംയോജിച്ചിരിക്കുന്നു എന്നതിനാലാണ്. കടൽ ജീവികളുടേത് മാത്രമല്ല, ഇവയുടെ തല കുതിരയോട് സാമ്യമുള്ളതാണ്. പക്ഷേ ഉറുമ്പുതീനിയെ പോലെ കൂർത്ത വായുണ്ട്. 360 ഡിഗ്രി കാഴ്ചയും വെവ്വേറെ കണ്ണുകളും പരിസ്ഥിതിയുമായി ലയിക്കുവാനുള്ള കഴിവും കടൽ കുതിരകൾ ഓന്തുമായി പങ്കിടുന്ന സവിശേഷതകളാണ്. കുഞ്ഞുങ്ങളെ ചുവക്കുവാനുള്ള സഞ്ചി കങ്കാരുവിൻ്റേതിന് സമാനമാണ്. കൂടാതെ സസ്യങ്ങളിൽ ചുറ്റിപ്പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ചുരുണ്ട വാല് ചില കുരങ്ങുവർഗ്ഗങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തും. പ്രകൃതിയുടെ അത്ഭുതം എന്നല്ലാതെ ഇതിനെ എന്ത് വിശേഷിപ്പിക്കാൻ സാധിക്കും? മത്സ്യങ്ങളുടെ നിലവാരം വെച്ച് നോക്കിയാൽ കടൽ കുതിരകൾ വളരെ മോശമായും സാവധാനവുമാണ് നീന്തുന്നത്.
ഇക്കാരണത്താൽ അവ പ്രധാനമായും ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരാണ്. സസ്യങ്ങളിൽ വാല് ചുറ്റിപ്പിടിച്ച് അവയുമായി ലയിച്ചു ചേർന്ന് ഇരയ്ക്കായി കാത്തിരിക്കുന്നു. ഇത് വലിയ വേട്ടക്കാരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് ലോക സമുദ്രങ്ങളിലെ ആഴം കുറഞ്ഞ പുല്ല് നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇവ ജീവിക്കുന്നത്. അവിടെ കുത്തഞ്ഞ നീന്തുന്നത് പരിസ്ഥിതിയുമായി ഒളിച്ചു നിൽക്കുവാൻ ഒരു ഗുണമാണ്. ലംബമായി വളരുന്ന പുല്ലുകൾക്കും പവിഴപ്പുറ്റുകൾക്കും ഇടയിൽ ഇത്തരത്തിൽ കുത്തഞ്ഞ നിൽക്കുന്ന മത്സ്യങ്ങൾക്ക് എളുപ്പത്തിൽ മറഞ്ഞിരിക്കുവാൻ സാധിക്കും. സാധാരണയായി കടൽ കുതിരകൾ 4 മുതൽ 5 വർഷക്കാലം വരെയാണ് ജീവിക്കുന്നത്. കടൽ കുതിരകൾ കൂട്ടമായി ജീവിക്കുന്നു എങ്കിലും അവയെ സ്കൂളിംഗ് ഫിഷ് എന്ന് വിളിക്കാനാകില്ല. അവ തനിയെ നീന്തുകയും വേട്ടയാടുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ജോഡികളായി പ്രജനനം നടത്തുന്നു. കടൽ കുതിരകൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ജീവിതകാലം മുഴുവനും അവ വേർപിരിയുകയേയില്ല. ഒരുപക്ഷെ ഇത് ഏറ്റവും കൃത്യമായി താരതമ്യമില്ലാത്തതായിരിക്കാം. പക്ഷേ കടൽ കുതിരകളുടെ കോളനികളും ജീവിത രീതിയും മത്സ്യങ്ങളുടേതല്ല. മറിച്ച് നിങ്ങൾ വിശ്വസിക്കില്ല, നമ്മൾ മനുഷ്യരുടേത് തന്നെയാണ്. നമ്മളും കോളനികളായി, അതായത് നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് താമസിക്കുന്നത്. ഓരോ വ്യക്തിയും പ്രത്യേകം താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നു. കടൽ കുതിരകൾക്കും സമാനമായ ജീവിത രീതിയാണുള്ളത്. നട്ടെല്ലുള്ള ജീവികളിൽ ആൺവർഗം ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ഏക ജീവിയാണ് കടൽ കുതിര. പല മൃഗങ്ങളിലും അച്ഛൻ മുട്ടകൾ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യാറുണ്ട്. എന്നാൽ കടൽ കുതിരകളിൽ മാത്രമേ ആണുങ്ങൾ ഗർഭപാത്രത്തിന് സമാനമായ സഞ്ചിയിൽ മുട്ടകൾ ചുവക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നുള്ളൂ. അതിരാവിലെ ആൺകടൽ കുതിരകൾ ഒരു ആചാരപരമായ നൃത്തം ചെയ്യുന്നു. ഓരോ ആണും താൻ തെരഞ്ഞെടുത്ത പെൺകുതിരയ്ക്ക് ചുറ്റും നീന്തി പ്രജനനത്തിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇണചേരുന്ന സമയത്ത് ആണിൻ്റെ പുറന്തോടും നെഞ്ചും കറുത്ത നിറമുള്ളതായി മാറുന്നു. പരസ്പരം ചുറ്റിപ്പിടിച്ച് പല നിറങ്ങൾ മിന്നിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന നൃത്തം ചെയ്യുവാൻ കഴിവുള്ള പ്രതിഭാധനന്മാരായ നർത്തകരാണ് ഈ കടൽ കുതിരകൾ. തല കുനിച്ച് പെൺകടൽ കുതിരയ്ക്ക് ചുറ്റും വാല് തറയിൽ മുട്ടിച്ചുകൊണ്ട് ആൺകടൽ കുതിര നൃത്തം ചെയ്യുന്നു. ഈ നൃത്തം എല്ലാ ദിവസവും നടക്കുമെങ്കിലും ഇണചേരുന്നത് ആണും പെണ്ണും ഒരേ സമയം പക്വത പ്രാപിക്കേണ്ടതുണ്ട്. ഇണചേരുന്ന ദിവസം പെൺകടൽ കുതിര പെട്ടെന്ന് തല ഉയർത്തി മുകളിലേക്ക് നീന്തുന്നു. ആൺകുതിര അവളെ പിന്തുടരുന്നു. ഈ നിമിഷം പെണ്ണിൻ്റെ അണ്ഡാശയക്കുഴലും ആണിൻ്റെ വിടർന്ന സഞ്ചിയും കാണുവാൻ കഴിയും. പെൺകുതിര ഈ സഞ്ചിക്കുള്ളിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അവ ആൺകുതിര ബീജസങ്കലനം നടത്തുന്നു. ഈ മുഴുവൻ പ്രക്രിയയ്ക്കും വെറും 6 സെക്കൻഡുകൾ മാത്രമേ എടുക്കൂ. എത്രമാത്രം വ്യത്യസ്തമാണല്ലേ! നമ്മുടെ പ്രകൃതി അത്ഭുതങ്ങളാൽ സമ്പന്നമാണ്. ആണിൻ്റെ സഞ്ചി സസ്തനികളിലെ പ്ലാസെൻ്റയ്ക്ക് തുല്യമാണ്. ഇത് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. എന്തുകൊണ്ടാണ് പ്രകൃതി ഈ ചുമതല ആണിന് നൽകിയത് എന്നത് ശാസ്ത്രജ്ഞർക്ക് ഇന്നും നിഗൂഢമായ കാര്യമാണ്. എന്നിരുന്നാലും പരമാവധി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു എന്നതാണ് പ്രധാന സിദ്ധാന്തം. ആൺകുതിര കുഞ്ഞുങ്ങളെ ചുമക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ പെൺകുതിര അടുത്ത മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രജനന പ്രക്രിയ നിർത്താതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുങ്ങളിൽ 0.5% താഴെ മാത്രം മുതിർന്ന പ്രായം വരെ അതിജീവിക്കുന്ന ഒരു വർഗത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണ രൂപത്തിലാണെങ്കിലും അവയ്ക്ക് മാതാപിതാക്കളെ പോലെ കവചമോ മുള്ളോ ഇല്ലാത്തതിനാൽ കടലിലെ ഇരപിടിയന്മാർക്ക് അവ എളുപ്പത്തിൽ ഇരയായി മാറുന്നു. പ്രസവം എന്നത് ഹോർമോണുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. കടൽ കുതിരകളിൽ ആണിൻ്റെ സഞ്ചിക്കുള്ളിലെ പേശികൾ ബോധപൂർവം നിയന്ത്രിക്കാൻ കഴിയുന്ന പേശികളാണ്. അതിനർത്ഥം എപ്പോൾ പ്രസവിക്കണം എന്ന് ആൺകുതിരയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കും. ആണിൻ്റെ വയറിലെ ശക്തമായ പേശികൾ ഉപയോഗിച്ച് 100 കണക്കിന് അല്ലെങ്കിൽ 1500 വരെ കുഞ്ഞുങ്ങളെ അവ പുറത്തേക്ക് തെറിപ്പിക്കുന്നു. സസ്തനികളുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രസവ സമയത്ത് ആൺമത്സ്യത്തിന് കഠിനമായ വേദന അനുഭവപ്പെടാറുണ്ട്. അതവരെ സംബന്ധിച്ചിടത്തോളം വളരെ തളർത്തുന്ന ഒരു പ്രക്രിയയാണ്. ആൺകുതിര 9 മുതൽ 45 ദിവസം വരെ മുട്ടകൾ ചുമക്കുന്നു. കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആൺകുതിര വീണ്ടും ഇണചേരാൻ തയ്യാറാകുന്നു. കടൽ കുതിരകൾ ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയെ തന്നെ സ്വീകരിക്കും എന്ന് പറയാനാവില്ല എങ്കിലും പല സ്പീഷീസുകളും ഈ പ്രജനന കാലഘട്ടത്തിലുടനീളം ഒരേ പങ്കാളിയുമായി തുടരുന്നു. ചില സ്പീഷീസുകൾ കൂടുതൽ വിശ്വസ്തത കാണിക്കാറുണ്ട്. ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അവസാന വാക്ക് പെണ്ണിൻ്റേതാണ്, ആണിൻ്റേതല്ല. മീനുകളിൽ ബുദ്ധിശക്തി കുറവായതിനാൽ പലപ്പോഴും കുറച്ചു ദിവസം പിരിഞ്ഞു നിന്നാൽ അവർ പങ്കാളിയെ മറന്നു പോകാറുണ്ട്. ജനിച്ച ഉടൻ തന്നെ കടൽ കുതിര കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ
അവ സൂക്ഷ്മജീവികളെ ഭക്ഷണമാക്കുന്നു. എന്നിരുന്നാലും പ്രതിരോധമില്ലാത്തതിനാൽ അവ മറ്റു ജീവികളുടെ ഭക്ഷണമായി മാറാനും സാധ്യതയുണ്ട്. ശരീരഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടൽ കുതിരകളുടെ ശരീരം ചലിപ്പിക്കാവുന്ന അസ്ഥിഫലകങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് സ്രാവുകൾക്കോ മറ്റോ കടിച്ചു പൊട്ടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ചതുരാകൃതിയിലുള്ള വാല് അവരുടെ വലിയൊരു പ്രത്യേകതയാണ്. 30,000 തരം മത്സ്യങ്ങളിൽ കടൽ കുതിരകൾക്കും പൈപ്പ് ഹോഴ്സുകൾക്കും മാത്രമേ വാലുപയോഗിച്ച് ഒന്നിനെ പിടിച്ചു നിർത്താൻ കഴിയൂ. ഈ ചതുരരൂപം വാലിന് കൂടുതൽ ബലം നൽകുന്നു. കടൽ കുതിരകൾക്ക് ആകെ 3 ചിറകുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവയ്ക്ക് വേഗത്തിൽ നീന്താൻ കഴിയില്ല. എന്നാൽ മന്ദഗതിയിലുള്ള ജീവിത രീതി കാരണം യാതൊരു പ്രശ്നവുമില്ല. ഒളിച്ചിരുന്ന് വേട്ടയാടാനാണ് ഇവർക്കിഷ്ടം. സമുദ്രത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒന്ന് തന്നെയാണ് ഈ കൊച്ചു ജീവി. ഇരയുടെ അടുത്തേക്ക് മെല്ലെ പോയി സെക്കൻഡിൻ്റെ 100-1 സമയം കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു. ഇതിൻ്റെ വേഗത തിരിച്ചറിയുവാൻ വീഡിയോകൾ സ്ലോ മോഷനിൽ കാണേണ്ടി വരും. സ്രാവുകളുടെ വിജയശതമാനം 50% താഴെ വരെയും പുള്ളിപ്പുലികളുടേത് 74 ആണെങ്കിൽ കടൽ കുതിരകളുടേത് 90%. വയറില്ലാത്തതിനാൽ കടൽ കുതിരകൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം. മുതിർന്ന കുതിരകൾ ദിവസം 30 മുതൽ 50 തവണ വരെ ഭക്ഷണം കഴിക്കുന്നു. കടൽ കുതിരകളെ അക്വേറിയങ്ങളിൽ വളർത്തുന്നത് അസാധ്യമാണ്. കാരണം അവയ്ക്ക് പെട്ടെന്ന് സ്ട്രെസ് അനുഭവപ്പെടും. അപരിചിതമായ സ്ഥലത്ത് അവ ഭക്ഷണം കഴിക്കുവാൻ വിസമ്മതിക്കുകയും പട്ടിണി കിടന്ന് മരിച്ചു പോവുകയും ചെയ്യും. ലോകത്താകെ 50 തരം കടൽ കുതിരകളുണ്ട് എങ്കിലും 30 എണ്ണവും വംശനാശ ഭീഷണിയിലാണ്. അതിന് പ്രധാന കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. ചൈനയിൽ മാത്രം വർഷം തോറും 20 ദശലക്ഷം കടൽ കുതിരകളെ കൗതുക വസ്തുക്കളായി പിടിക്കുന്നു. സമുദ്രത്തിലെ അത്ഭുതകരമായ ഈ ജീവിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുതിരയുടെ തലയും കങ്കാരുവിൻ്റെ സഞ്ചിയും ഒത്തുചേർന്ന ഈ പ്രകൃതി വിസ്മയം ലോകത്തിന് ഇന്നും ഒരു വിസ്മയം തന്നെയാണ്. പ്രകൃതിയുടെ ഏറ്റവും വിചിത്രവും എന്നാൽ മനോഹരവുമായ സൃഷ്ടികളിൽ ഒന്നാണ് കടൽ കുതിരകൾ. ഈ കുതിരയുടെ തലയും ഓന്തിൻ്റെ കണ്ണുകളും ചതുരാകൃതിയുള്ള വാലും ഒത്തുചേർന്ന ഇവയുടെ രൂപം പരിണാമം നൽകിയ ഒരു വലിയ അത്ഭുതമാണ്. 11 ദശലക്ഷം വർഷങ്ങളായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇവ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നത് തന്നെ നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ആൺവർഗം ഗർഭം ധരിക്കുന്ന വിസ്മയം മുതൽ വയറില്ലാത്ത ശരീരത്തിന് ഊർജം നൽകുവാൻ കഴിയുന്ന അസാധാരണമായ വേട്ടയാടൽ വരെ കടൽ കുതിരകൾ ശാസ്ത്രത്തിന് ഇന്നും വലിയ പാഠപുസ്തകമാണ്. മന്ദഗതിക്കാരാണെങ്കിലും ലക്ഷ്യബോധത്തോടെയുള്ള വേട്ടയാടലും ശത്രുക്കളിൽ നിന്നും സമൃദ്ധമായി ഒളിച്ചിരിക്കാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഇത്രയും സവിശേഷതയുള്ള ഈ ജീവികൾ ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ് എന്ന് നമ്മൾ കണ്ടു. മനുഷ്യൻ്റെ ഇടപെടലുകളും അമിതമായ വേട്ടയാടപ്പെടലുകളും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. വർഷം തോറും ദശലക്ഷക്കണക്കിന് കടൽ കുതിരകളാണ് പിടിക്കപ്പെടുന്നത്. സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഈ കൊച്ചു ജീവികൾക്ക് വലിയ സ്ഥാനമുണ്ട്. കടൽ കുതിരകളെക്കുറിച്ചുള്ള ഈ നിഗൂഢതകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: പ്രകൃതിയുടെ ഓരോ സൃഷ്ടിയും അതിൻ്റേതായ രീതിയിൽ പൂർണ്ണമാണ്. ഈ കൊച്ചു വിസ്മയങ്ങളെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി നമ്മൾ ചെയ്യേണ്ട കടമയാണ്. ആഴക്കടലിലെ ഈ കുഞ്ഞു നർത്തകർ എന്നും നമ്മുടെ സമുദ്രങ്ങളിൽ ബാക്കിയുണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.